അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ നമ്മൾ എല്ലാവരും കേട്ടു. അതായത് ലഹരിക്കെതിരെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ലഹരി ഞാൻ ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ആർക്കും വാങ്ങിച്ചു കൊടുക്കാറില്ല, ലഹരിക്കെതിരെ മദ്യപാനത്തിനെതിരെ ഞാൻ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് വാചകടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ലക്ഷ്മിപ്രിയ മേഡം. എന്നിട്ട് ഇന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഞാൻ അൻസിബക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബില്ലും ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 മണി വരെ ഇവർ സംസാരിച്ചു എന്നാണ് പറയുന്നത്. 3 മണി വരെ സംസാരിച്ച് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോകുന്നു. 4 മണിയോട് കൂടിയിട്ട് അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് അൻസിബയെ വിളിക്കുന്നു, വേഗം എണീക്ക് മോളെ എന്ന് പറഞ്ഞിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ നേരെ വാതിലിൽ മുട്ടുന്നു. വാതിലിൽ മുട്ടിയപ്പോൾ അവിടെ ഒരാളിങ്ങനെ പതുങ്ങിയിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് അൻസിബ കൂളായിട്ട് ഇറങ്ങി വരുന്നേ. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറയുന്നു. അപ്പോൾ ജ്യേഷ്ഠന്മാർക്ക് എന്താ ഈ മുറിയിൽ കാര്യം എന്ന് ചോദിക്കുകയാണ്. ആധാർ കാർഡ് എവിടെയെന്ന് ചോദിക്കുന്നു. ഇതാര് ആധാർ കാർഡൊക്കെ പരിശോധിക്കാൻ ഇവരാര് ഇന്റർനാഷണൽ പോലീസാ? അല്ല, അറിയാതുകൊണ്ട് എങ്ങനെയാന്ന്? അല്ല, ഇവർക്കെന്താ വേറെ ആളുടെ ആധാർ കാർഡ് പരിശോധിക്കാൻ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അല്ല, എന്തെങ്കിലും ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അല്ല, എന്തൊരു വൃത്തികെട്ട വർത്തമാനമാണ് ഇന്ന് ആ സ്ത്രീ വിളിച്ചോ പറയുന്നത്. അതായത് അവർ പറയാ പോയി കേസ് കൊടുക്കുന്നു. എന്താ അറിയാ അൻസിബ ചെയ്ത പ്രശ്നം എന്താ അറിയാ, ഇവര് കള്ളു വാങ്ങിച്ചു കൊടുത്തു, ഇവര് ബില്ല് പേ ചെയ്തു, എന്നിട്ട് അൻസിബ അത് കുടിച്ചു, പിന്നെ എന്ന് പറഞ്ഞാൽ ഏതോ ഒരുത്തിനെ കൊണ്ടുവന്നിട്ട് റൂമിൽ കയറ്റി എന്നൊക്കെയാണ് പറയുന്നത്. വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് വേറെ ഒരു പരിപാടിയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്തിനു റൂമിൽ കയറ്റി എന്നാണ് നമ്മുടെ ചേച്ചി ചോദിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ ആ ഒരു മനസ്സ്, ഇവര് ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു. അതുപോലെ തന്നെ ഒരു ഭക്തയാണെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാർ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം ഇവരുടെ ഉള്ളിലൊന്നും ഒരു ഭക്തിയൊന്നും അല്ല, ഒരു പ്രഹസനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ഇവർക്ക് ഭയങ്കരമായ ഭക്തിയാണെന്നാണോ നിങ്ങളെല്ലാം കരുതുന്നത്? ഒരിക്കലുമല്ല, ഒരു പ്രഹസനം. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാത്തത് എന്തുകൊണ്ടും NDA ഗവൺമെന്റ് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിലും കൂടിയിട്ട് പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരുന്ന് പിന്നീട് ജയിച്ചിട്ടില്ലെങ്കിലും ട്രോളിന് ഇഷ്ടം പോലെ പരിപാടി കിട്ടുമായിരുന്നു. അതായത് ഇതുപോലെ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിപ്പോഴെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബക്ക് കിട്ടുന്ന സ്വീകാര്യത അതിൻ്റെ ഒരു കുശുമ്പും ദേഷ്യവും തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ഇത് മനസ്സിൽ വെക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു പങ്കുണ്ടാകും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടിയാണല്ലോ പോയത്. അപ്പൊ എങ്ങനെയാണ് ഒരാൾക്ക് മാത്രം മദ്യം വാങ്ങിച്ചു കൊടുക്കുക? അതിൻ്റെ അകത്ത് എന്താ ഒരു ഫുൾ ബോട്ടിൽ മുഴുവൻ അൻസിബ എടുത്ത് കുടിക്കുക? അൻസിബ എന്താ അങ്ങനെ മദ്യപാനിയാണോ? ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയ്ക്കെതിരെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ മതത്തിൽ നിന്നും കുറച്ച് ആളെ ഇളക്കി വിടണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ ഇതൊക്കെ ചെയ്യുന്നവളാണ്, അതുകൊണ്ട് അൻസിബയെ മഹൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ ഒരു ഇത് കിട്ടട്ടെ അവൾക്കും. ഏതായാലും ഞാൻ കുറച്ച് നാറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൾക്കും ഇനി കിട്ടട്ടെ. നമ്മളാരും അറിഞ്ഞിട്ടില്ല ഈ അൻസിബ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതോ അല്ലെങ്കിൽ അതിന് പ്രകാരം പോയിട്ട് കേസ് കൊടുത്തതോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വിളിച്ചു പറഞ്ഞത്. അതായത് അൻസിബ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു, എൻ്റെ കുടുംബം തകരാൻ കാരണമാകുന്ന മെസ്സേജുകൾ, അങ്ങനെ കുടുംബം തകരാൻ കാരണമാകുന്ന മെസ്സേജുകൾ എന്താണെന്ന് നമ്മളാരും ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പക്ഷേ ഇവരെന്തോ ഒന്ന് കാര്യം എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഏതോ ഒരാള് ഏതോ ഒരു ഫോട്ടോ, ഞാൻ പറഞ്ഞല്ലോ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരുത്തൻ ഒപ്പിയെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അവൻ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വിടുകയും ചെയ്യും. പല ആൾക്കാരുടെയും ചിലപ്പോൾ വെളിയിൽ വിട്ടിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് വിദേശത്തല്ലേ അല്ലെങ്കിൽ എവിടെയും അല്ലേ, ഇവിടെ ആരും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കുമ്പോഴേ അവർക്കെതിരെ കേസ് കൊടുക്കുക. ഇതൊക്കെ നല്ലതാണോ? അല്ല, ആലോചിച്ചോക്ക്. അതുപോലെ തന്നെ അൻസിബയുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല തരത്തിലും കളിച്ചു നോക്കി.
അതായത് അൻസിബയെ പുറത്താക്കാൻ നോക്കി, അൻസിബയെ ഒറ്റപ്പെടുത്താൻ നോക്കി, അൻസിബയ്ക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ എന്ന് പറഞ്ഞ അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിലുള്ള കള്ളക്കളികള്. ഈ തമ്മാടിക്കൂട്ടങ്ങൾ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കുകയല്ലേ ചെയ്തത്. ആരും ഇറങ്ങിപ്പോയതൊന്നുമല്ല, ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. ഈ തമ്മാടിക്കൂട്ടങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ കമ്മിറ്റികൾ എല്ലാത്തിനെയും ഇറക്കി വിട്ടു. കാരണം എന്താ, കണക്കില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളുടെ പിരിവ് വേണം, എന്തൊക്കെ ഇവർക്ക് വേണം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്തത് അവിടെ അൻസിബയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അൻസിബയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് ആലോചിച്ചോക്കണം. ഇതൊന്നും വലിയൊരു ആരോപണമല്ല, പക്ഷേ കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവരുടെ റൂമിൽ അയാൾ എന്തിനാണ് വന്നത്, ഇനി അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് ഇവർ പോയത് എന്നൊക്കെ അൻസിബയാണ് ഇനി പറയേണ്ടത്. എന്താണ് സംഭവം എന്ന്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മിപ്രിയ പറയുന്നത് ഒരാളും വിശ്വസിക്കത്തില്ല. അവരിനി ഇപ്പോഴും പുതിയ കഥയുണ്ടാക്കും. അത് നമ്മുടെ ഈ നീനാക്കുറുപ്പിന്റെ കൂടിയിലെ ആ ഒരു സഹോദരി ഉണ്ടല്ലോ, എന്ന പേര് അവർ മറന്നുപോയായിരുന്നു, സീരിയലിൽ ഉള്ളതാണ്. അവർ കായംകുളം കൊച്ചുണ്ണിയിൽ ജാനകി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് വന്നതാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഇനി ഒരു അടുത്ത കഥയുമായിട്ട് ഇവർ വരുമെന്ന്. അതായത് ഇവരിങ്ങനെ കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മെനിയുമ്പോഴെന്ന് പറഞ്ഞ് ഇവരുടെ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ എന്തൊക്കെയോ ആരൊക്കെയോ ഉണ്ട്, അതായത് ഇവരുടെ കൂടെ ഒരു ശക്തികൾ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കോച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നീ ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കേ, അങ്ങനെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അൻസിബയ്ക്കെതിരെ മഹൽ അങ്ങ് തിരിയും. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയപരമായിട്ട് പ്രശ്നങ്ങൾ നടക്കും എന്ന് കൃത്യമായിട്ട് ആരോ പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ ഇടയിലാണ് ഇവർ ഇതൊക്കെ പറയുന്നത്. ഒരു കാര്യം ഞാൻ ഇവരുടെ ഹസ്ബൻഡിനോട് പറയുകയാണ്, എൻ്റെ പൊന്നു സഹോദര, നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ഇതില്ലാതെ ഇങ്ങനെയുള്ള പിന്നെന്താ പറയണ്ടേ വിടുവായിത്തരം എന്ന് പറയരുത്. ഞാൻ ബില്ല് കൊടുത്തിട്ട് അൻസിബയ്ക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിനെതിരെ പോരാടുന്ന ഒരു സ്ത്രീയാണ് പറയുന്നത് ഞാൻ മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത്. അതായത് സാധാരണ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുടിയന്മാർ വന്നു കഴിഞ്ഞാൽ ആ കുടിയന്മാരുടെ കയ്യിൽ പറയടേ ഒരു ആഫ് മേടിച്ച് തരണടേന്ന്. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ കുടിക്കാത്ത ഒരുത്തിൻ്റെ കയ്യിൽ ഒരു ആഫ് മേടിച്ചു തരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊണ്ടുവരുമോ? ഒരിക്കലും വാങ്ങിച്ചു കൊണ്ടുവരത്തില്ല. അപ്പൊ എന്താണ് അവിടെ നടന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഇതൊക്കെ വാങ്ങിക്കാനുള്ള കഴിവ് കിട്ടുന്നത്, ഇനി ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്ന് കൃത്യമായിട്ട് അവരാണ് പറയേണ്ടത്. അപ്പോൾ ഇതിനെതിരെ അൻസിബയോട് കേസ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അൻസിബ എന്തിനാണ് കേസ് കൊടുക്കുന്നത്? അൻസിബക്ക് കേസ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അൻസിബ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഒന്നും ഉള്ള ആളൊന്നും അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ റൂമിൽ ഇപ്പൊ ഇനിയിപ്പോ നാളെ വേറെ ഏതെങ്കിലും റൂമിൽ ഒരു സഹോദരൻ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താ, എന്തിനാണ് ഈ അസമയത്ത് സഹോദരൻ വന്നിട്ടിരിക്കുന്നതെന്ന്. ഇവിടെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ബന്ധം അറിയാത്തവരങ്ങനെ പറയുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് സഹോദര സ്നേഹമോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നുമില്ല. ഇവർക്ക് ആകെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ആരോപണത്തിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവർ പറയുന്ന പോലെ ഈ 10 കോടി 20 കോടി ഒന്നും വേണ്ട, അതൊക്കെ വിടുവായിത്തരം തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടും കൂട്ടിയാൽ കൂടില്ല എന്നറിയാം. പക്ഷെ മാന്യമായിട്ട് എല്ലാവരും ഇവരെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതായത് സിനിമ പിന്നെ മമ്മൂട്ടി മോഹൻലാൽ അടക്കം ഇവരുടെ കൂടെ അൻസിബേന്റെ കൂടെ തന്നെയാണ്. ഇത്രയും മാത്രം ഒരു എന്താ പറയേണ്ടത് ഒരു സ്ത്രീയാണെന്ന് ഇവരൊരു അമ്മയാണെന്ന് പറയുന്നത്. എന്നിട്ടും എത്ര നീചമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാം. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതിവിടെ നിർത്തിയൊന്നുമില്ല. നന്ദി, നമസ്കാരം.